ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മഹാവ്യക്തിത്വം ജനിച്ച ഒരു മാസത്തിലാണ് നാം ഉള്ളത്. അറബി കലണ്ടർ പ്രകാരം റബീഉൽ അവ്വൽ മാസത്തിൽ ആഗസ്റ്റ് സെപ്റ്റംബറിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിക്കുന്നത്. ജന്മദിനങ്ങൾക്ക്, മരണദിനങ്ങൾക്ക് പ്രത്യേകമായ സവിശേഷമായ ആഘോഷങ്ങളോ പരിപാടികളോ ആചാരങ്ങളോ സമ്പ്രദായങ്ങളോ നിഷ്കർഷിച്ചിട്ടില്ലാത്ത മതസങ്കല്പമാണ് ഇസ്ലാമിൻ്റേത് എന്നത്. ജനനവും മരണവുമൊക്കെ സൃഷ്ടികർത്താവിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് എന്നും ഓരോ ജന്മവർഷവും മരണത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്ന ഓർമ്മപ്പെടലാണ് ഉണ്ടാകേണ്ടത് എന്നുമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിചാരമുണ്ടാകേണ്ടത്. മുഹമ്മദ് പ്രവാചകൻ ദൈവത്തിൻ്റെ അനുഗ്രഹീതനായ ഒരു പ്രവാചകനാണ്. പ്രവാചകന് റസൂലുള്ള, നബി എന്ന നിലക്ക് പറയുമ്പോൾ പ്രവാചകൻ രണ്ട് തരത്തിലുള്ള പ്രവാചകനാണ്. ഒന്ന്, ആ പ്രവാചകനിൽ നിന്ന് ധാരാളക്കണക്കിന് മാതൃകകൾ, അദ്ദേഹത്തിൽ നിന്ന് സവിശേഷമായി സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് മാതൃകകളാണ് ജനങ്ങൾക്കുള്ളത്. അതോടൊപ്പം ആ പ്രവാചകന് സ്വന്തം നിലക്കും ചില സവിശേഷമായ പ്രവാചകത്വം എന്ന നിലയിൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. പാതിരാ രാവിലെ നമസ്കാരം പ്രവാചകന് മാത്രം സവിശേഷമായി നിർബന്ധമാക്കിയതാണ്. 4-ലധികം വിവാഹം പ്രവാചകന് മാത്രം സവിശേഷമായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ വളരെ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ ഒരു മനുഷ്യനായ പ്രവാചകനാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രവാചകൻ മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ എന്ന് സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വഹിയും ലഭിക്കുന്നുണ്ട്, അള്ളാഹുവിങ്കിൽ നിന്ന് ദിവ്യബോധനവും ലഭിക്കുന്നുണ്ട്. മുഹമ്മദുൻ ബഷറും ലാക്കൽ ബഷർ, യാക്കൂത്തു ഹജറും ലാക്കൽ ഹജർ. മുഹമ്മദ് ഒരു മനുഷ്യനാണ്. ഏതുപോലെ യാക്കൂത്ത് ഹജറുൻ, മാണിക്യം ഒരു കല്ലാണ്, എന്നാൽ സാധാരണ കല്ലല്ലാത്തതുപോലെ മുഹമ്മദ് ഒരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ല എന്നർത്ഥം. അതേസമയം കയ്യും കാലും കണ്ണും കാതും നാക്കുമൂക്കുമുള്ള ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന വിചാരവും വികാരവുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പ്രവാചകൻ. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ആ പ്രവാചകനെക്കുറിച്ചാണ്. ചക്രവർത്തിയായി നിന്ന ഒരു രാജാവിനെക്കുറിച്ചല്ല, ഏറ്റവും വലിയൊരു സൈനിക വിജയെക്കുറിച്ചുമല്ല, ലോകത്ത് തത്വങ്ങൾ മാത്രം വിതരണം ചെയ്ത ഒരു തത്വചിന്തകനെക്കുറിച്ചുമല്ല, കോടിക്കണക്കായ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന് മനുഷ്യഹൃദയത്തിൽ ഒരു കാലത്തും അണയാത്ത വിളക്ക് കൊളുത്തിയ അസാധാരണമായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ്. അതാണ് മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം എവിടെയാണ് അന്വേഷിക്കുന്നത്? അന്വേഷിക്കുമ്പോൾ മക്കയുടെ മണൽപ്പരപ്പിൽ അവിടുത്തെ കാൽപ്പാടുകൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടാകാം. ചിലരൊക്കെയും മദീനയുടെ വഴിയിൽ പ്രവാചകന്റെ ചരിത്രം അന്വേഷിക്കുന്നുണ്ടാകാം. മറ്റു ചിലർ ഹിറാ ഗുഹയുടെ നിശബ്ദതയിൽ അവിടുത്തെ ആത്മീയത അന്വേഷിക്കുന്നവരുണ്ടാകാം. ചിലർ ബദറിന്റെ മൈതാനത്ത് പ്രവാചകന്റെ ശൗര്യവും ധൈര്യവും അന്വേഷിക്കുന്നവരുണ്ടാകാം. മറ്റു ചിലരാകട്ടെ ഉദൈബിയ സന്ധിയിൽ ആ കരാറിന്റെ സന്ദർഭത്തിൽ അവിടുത്തെ രാഷ്ട്രീയ ബുദ്ധി അന്വേഷിക്കുന്ന ആളുകളുണ്ടാകാം. ചില മനുഷ്യർ മക്ക വിജയത്തിൽ പ്രവാചകൻ സ്വീകരിച്ച അസാധാരണമായ ക്ഷമയെ അന്വേഷിക്കുന്നവരുണ്ടാകാം. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹൃദയത്തിൽ ഒരു കുട്ടിയുടെ ചിരിയുണ്ട്, ഒരു പിതാവിൻ്റെ വേദനയുണ്ട്, ഒരു ഭർത്താവിൻ്റെ സ്നേഹമുണ്ട്, ഒരു സുഹൃത്തിൻ്റെ അടുപ്പമുണ്ട്, ഒരു നേതാവിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അതോടൊപ്പം അതിനേക്കാളക്കപ്പുറം ദൈവദാസനായ ഒരു മനുഷ്യൻ്റെ ഭയഭക്തിയുണ്ട്. ഒരു പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള ഉജ്ജ്വലമായ ദൗത്യബോധമുണ്ട്. മനുഷ്യരുടെ കണ്ണീർ കണ്ടാൽ ഉരുകുന്ന ഒരു ഹൃദയം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ വികാരമില്ലാത്ത ഒരു മഹാപുരുഷനല്ല. മഹാനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വികാരങ്ങളില്ലാത്ത മനുഷ്യൻ, കരയാത്ത മനുഷ്യൻ, വേദനിക്കാത്ത മനുഷ്യൻ, തളരാത്തവൻ, സ്നേഹത്തിൽ പോലും അകലം പാലിക്കുന്നവൻ എന്നൊക്കെയാണ് പലപ്പോഴും നമ്മുടെ പൊതുമണ്ഡലത്തിലുള്ള സങ്കല്പങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ മുഹമ്മദ് നബിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും അതല്ല. മഹത്വം വികാരമില്ലായ്മയിലായിരുന്നില്ല, വികാരങ്ങളെ വിശുദ്ധമായ വഴിയിലേക്ക് നയിക്കാനുള്ള കഴിവായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് കരഞ്ഞു, അവിടുന്ന് ദുഃഖിച്ചു, അവിടുന്ന് സ്നേഹിച്ചു, അവിടുന്ന് കാത്തിരുന്നു, അവിടുന്ന് വേർപാടിന്റെ വേദന അനുഭവിച്ചു. പക്ഷേ വികാരം അവിടുത്തെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ദൗത്യത്തെ തകർത്തില്ല. വേദന പ്രവാചകന്റെ ഹൃദയത്തെ തകർത്തില്ല, മറിച്ച് അതിനെ കൂടുതൽ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരണപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഇബ്രാഹിമിന്റെ വേർപാട് പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ഒരു പിതാവിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ കുഞ്ഞ് മരണത്തോട് പോരാടുമ്പോൾ അവിടെ രാജകീയമായ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. പ്രവാചകത്വത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ഒരു ആഡംബരവും ഇല്ലായിരുന്നുവല്ലോ. അവിടെ ഒരു പിതാവും ഒരു മകനുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണത്തിന്റെ വക്കിലായിരിക്കുമ്പോൾ പ്രവാചകൻ അവനെ ചേർത്ത് പിടിക്കുകയാണ്. കണ്ണുകൾ നിറയുകയാണ്, കണ്ണുനീർ ഒഴുക്കുകയാണ്. ഒരു മനുഷ്യൻ അത്ഭുതത്തോടുകൂടി വന്നുകൊണ്ട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയും കരയുകയാണോ? പ്രവാചകന്റെ മറുപടി ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഒരു അനുഭവമാവുകയായിരുന്നു. കണ്ണുനീർ പൊഴിക്കും, ഹൃദയം ദുഃഖിക്കും. പക്ഷേ നമ്മുടെ നാഥനെ പ്രസാദിപ്പിക്കുന്നതല്ലാതെ മറ്റൊന്നും എൻ്റെ നാക്കിൽ നിന്ന്, നമ്മുടെ നാക്കിൽ നിന്ന് പറയാൻ പാടില്ല എന്ന് വലിയ ഒരു തത്വം അവിടെ പഠിപ്പിക്കുന്നത് സഹീഹ് മുസ്ലിമിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോ, ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയപ്പോ, റസൂലുള്ളാഹിയുടെ മകൻ മരണപ്പെട്ടതുകൊണ്ട് ആകാശലോകം പോലും ദുഃഖിതമാകുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോയ ജനതയുടെ മുമ്പിൽ വന്നുകൊണ്ട് ദിശാബോധം നൽകുകയാണ്. ജനനവും മരണവും ആകാശലോകങ്ങളുടെ തമ്പുരാൻ നിശ്ചയിക്കുന്നതാണ്. അതിൽ മനുഷ്യർക്ക് ഇടപാടുകളില്ല, അതിൽ പ്രപഞ്ചത്തിന്റെ ശക്തികളെ മാറ്റുവാൻ കഴിയുകയില്ല എന്ന് അവിടെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നതിനെക്കുറിച്ച് പറയുന്നത് കരയുന്നത് ഒരു വിശ്വാസക്കുറവല്ല, ദുഃഖിക്കുന്നത് ആത്മീയതയുടെ പരാജയമല്ല, ഹൃദയം വേദനിക്കുന്നത് ഒരിക്കലും ദൗർബല്യമല്ല. ഹൃദയത്തിന് വേദനയുണ്ടാകാം, പക്ഷേ വേദനയുടെ നടുവിലും വിശ്വാസത്തിന് നാവുണ്ടാകണം എന്നാണ് പഠിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിന് നാവ് മാത്രം പോരാ, കരുത്തുള്ള വിശ്വാസവുമാകണം അത്. കണ്ണിൽ കണ്ണുനീരുണ്ടെങ്കിലും ഹൃദയത്തിൽ ദുഃഖമുണ്ടെങ്കിലും അതരത്തിൽ എൻ്റെ റബ്ബ് പ്രസാദിക്കുന്നതല്ലാതെ ഞാൻ പറയില്ല എന്ന ശക്തമായ ഒരു വികാരത്തിന്റെ അടിമയല്ലാത്ത മനുഷ്യൻ, കരുണ ഒരു ദൗർബല്യമാകാത്ത മനുഷ്യൻ, കരുണ ഏറ്റവും ശക്തിയാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന മനുഷ്യൻ, കഠിനമായി സംസാരിക്കുന്നവൻ ശക്തനാവുകയും മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നവർ ശക്തരായിരിക്കുകയും പ്രതികാരം ചെയ്യുന്നവൻ ശക്തനാവുകയും കണ്ണുനീർ കാണിക്കാത്തവൻ ശക്തനാവുകയും ചെയ്യുന്ന കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തിക്ക് മറ്റൊരു നിർവചനം നൽകുകയാണ്. ആ നിർവചനം ക്ഷമിക്കാൻ കഴിയുന്നതിന്റെ ശക്തിയാണ്, കരുണ കാണിക്കാൻ കഴിയുന്നവന്റെ ശക്തിയാണ്, സ്വന്തം കോപത്തെ ജയിക്കാൻ കഴിയുന്നവന്റെ ശക്തിയാണ്, ശത്രുവിന്റെ മനുഷ്യത്വം പോലും കാണാൻ കഴിയുന്നവന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ മുഹമ്മദ് നബിയെ പരാജയപ്പെടുത്തുമ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ ഞാൻ അയച്ചിട്ടില്ല എന്ന് സൂറത്തുൽ അംബിയാ വിശദീകരിക്കുന്നത്. ലോകങ്ങളുടെ അധിപനായിട്ടാണ് നിന്നെ അയച്ചത് എന്നല്ല പറയുന്നത്, ലോകങ്ങൾക്ക് കാരുണ്യമായിട്ടാണ് എന്നാണ് പറയുന്നത്. ഒരു ദിവസം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ബിൻ അലിയെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസനെ ചുംബിക്കുന്നു. അപ്പോൾ അവിടെ സദസ്സിലിരുന്ന ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് 10 മക്കളുണ്ട്, അവരിൽ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല. പ്രവാചകൻ അവനെ നോക്കി പറഞ്ഞു, കരുണ കാണിക്കാത്തവൻ കരുണ കാണിക്കപ്പെടുകയില്ല എന്ന്. ഒരു കുഞ്ഞിനെ ചുംബിക്കുന്നത് ഒരു ചെറിയ ഒരു കുടുംബസ്നേഹത്തിന്റെ രംഗമായി മാത്രം കാണുകയല്ല, അതൊരു സംസ്കാരത്തിന്റെ പ്രഖ്യാപനമാണ്. കഠിനതയെയും ശക്തിയെയും പുരുഷത്വമെന്ന് കരുതുന്ന സംസ്കാരത്തോട് മുഹമ്മദ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കരുണയാണ് മനുഷ്യന്റെ ശക്തി. കുഞ്ഞിൻ്റെ കവിളിൽ ഒരു ചുംബനം നൽകുന്നതാണ് ശക്തി. ചരിത്രത്തിൻ്റെ മുഖത്ത് അതൊരു വിപ്ലവമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി മനുഷ്യനിൽ നിന്ന് അകന്നല്ല ജീവിച്ചത്. മഹാന്മാരായ പല ആളുകളെയും നേതാക്കന്മാരെയും നാം കണ്ടിട്ടുണ്ട്. അവർ നമ്മിൽ നിന്ന് വളരെ അകലെയാകുന്നു. സാധാരണക്കാരിൽ നിന്ന് അകലെയാകുന്നവർ, മീറ്റിങ്ങുകളിൽ നിന്ന് മീറ്റിങ്ങുകളിലേക്ക് മാത്രം സഞ്ചരിക്കുന്നവർ, അവർക്ക് ജനങ്ങളോടൊപ്പം അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബി അകലെ നിർത്തിയാൽ അവരുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പ്രവാചകൻ മനുഷ്യരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, വിപണിയിൽ നടക്കുന്നു, വീട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു, സന്തോഷിക്കുന്നു, ദുഃഖിക്കുന്നു, ക്ഷീണിക്കുന്നു, വിശ്രമിക്കുന്നു, സഹചാരികളോടൊപ്പം ഇരിക്കുന്നു, കുട്ടികളോടൊപ്പം സംസാരിക്കുന്നു, ഭാര്യമാരോടൊപ്പം ജീവിതത്തിന്റെ ചെറു സന്തോഷങ്ങൾ പങ്കിടുന്നു. അതിനാൽ അവിടുത്തെ ജീവിതം മ്യൂസിയത്തിൽ വെക്കേണ്ടുന്ന ഒരു പുരാവസ്തുവായിട്ടല്ലത് മാറുന്നത്, അത് ജീവിക്കേണ്ടുന്ന മാതൃകയായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം ഒരു മനുഷ്യനാണ്, എനിക്ക് ദൈവ സന്ദേശം ലഭിക്കുന്നു എന്നത്. അതിലൊരു വലിയ ദാർശനിക സത്യമുണ്ട്. പ്രവാചകനെ മാതൃകയാക്കണമെങ്കിൽ അദ്ദേഹം മനുഷ്യനായിരിക്കണം. വിശപ്പറിയാത്ത ഒരാളെ വിശക്കുന്നവന് മാതൃകയാക്കാൻ കഴിയില്ല. ദുഃഖമറിയാത്ത ഒരാളെ ദുഃഖിതന് ആശ്വാസമാക്കാൻ കഴിയില്ല. വേർപാടറിയാത്ത ഒരാളെ വേർപാടിന്റെ വേദനയിൽ മാതൃകയാക്കാൻ കഴിയില്ല. മുഹമ്മദ് നബി മനുഷ്യന്റെ വഴിയിലൂടെ മനുഷ്യനെ ഉയർത്തിയ പ്രവാചകനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇഖ്ബാലിന് മുഹമ്മദ് നബി ഒരു ചരിത്ര കഥാപാത്രമായിരുന്നില്ല. മനുഷ്യന്റെ ആത്മാവിനെ ഉണർത്തുന്ന മഹാശക്തിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മുഹമ്മദിനോടുള്ള വിശ്വസ്തത നീ ഹൃദയത്തിൽ കാത്തുവെച്ചാൽ ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്. ഈ ലോകം മാത്രമല്ല, നിന്റെ ആത്മാവിന് മുമ്പിൽ ചരിത്രത്തിന്റെ പേനയും വിധിയുടെ ഫലകവും ചെറുതാണ് എന്ന് മഹാനായ ഇഖ്ബാൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ മാറ്റം വേണം, നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ ദരിദ്രനോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ അയൽക്കാരനോടുള്ള സമീപനം മാറണം. പ്രവാചകന്റെ സ്നേഹം നെഞ്ചിൽ മാത്രം കത്തുന്ന വിളക്കല്ല, ജീവിതത്തിൽ വെളിച്ചം പകരുന്ന വിളക്കായിട്ട് നമുക്ക് കാണാൻ കഴിയണം. അങ്ങനെ കാണുമ്പോഴാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനെ മാറ്റുന്ന മനുഷ്യനായി നമുക്ക് കാണാൻ കഴിയുന്നത്. കോപമുള്ളവനെ ക്ഷമയുള്ളവനാക്കുന്ന, സ്വാർത്ഥനെ ദാനശീലനാക്കുന്ന, അഹങ്കാരിയെ വിനയമുള്ളവനാക്കുന്ന, ഭയപ്പെട്ടവനെ ധീരനാക്കുന്ന, വെറുപ്പിൽ കത്തുന്ന ഹൃദയത്തെ സ്നേഹത്തിന്റെ തോട്ടമാക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ഒരു കാലത്ത് പ്രവാചകന്റെ ശബ്ദം എത്രയോ അടിമയായ മനുഷ്യന്മാരെ, ഏറ്റവും ശക്തന്റെ അനാഥന്റെ നിസ്സഹായതയെ, അടിമയുടെ വേദനയെ, സ്ത്രീയുടെ അവകാശ നിഷേധങ്ങളെ, ശക്തന്റെ നിയമങ്ങളെ, ദുർബലന്റെ നിശബ്ദതയെ, ആ ലോകത്തിന്റെ നടുവിൽ മഹാമനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, മനുഷ്യൻ മനുഷ്യന്റെ യജമാനല്ല. മനുഷ്യന്റെ മഹത്വം സമ്പത്തിലല്ല, ഗോത്രത്തിലല്ല, നിറത്തിലല്ല, അധികാരത്തിലല്ല. മനുഷ്യന്റെ മാന്യത മനുഷ്യനായിരിക്കുന്നതിലാണ്. അടിമയുടെ കൈപിടിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ ബിലാൽ ബിൻ റബാഹ് ഉണ്ടായിരുന്നു, ഖബ്ബാബ് ബിൻ അറത്ത് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അടിമ സാമൂഹികമായി താഴ്ത്തപ്പെട്ടവനായിരുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം ബാങ്കിന്റെ ശബ്ദമായി ആകാശലോകത്തിലേക്ക് ഉയരുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇതൊരു സാമൂഹിക പുനർനിർമ്മാണമാണ്. ഒരു മനുഷ്യന്റെ നിറം അവന്റെ വില നിശ്ചയിക്കില്ല എന്ന പുനർനിർമ്മാണം, ഒരു മനുഷ്യന്റെ ജനനം അവന്റെ മഹത്വം നിശ്ചയിക്കില്ല എന്ന പുനർനിർമ്മാണം, ഒരു മനുഷ്യന്റെ സമ്പത്ത് അവന്റെ ആത്മാവിന്റെ അളവുകോലല്ല എന്നൊരു വർത്തമാനം, മനുഷ്യന്റെ ഹൃദയമാണ് അവന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളുടെ ശവയാത്ര പോകുന്ന നേരത്ത്, മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന നേരത്ത് മദീനയിലെ വഴിയിലൂടെ ഒരു ജൂതന്റെ മയ്യത്ത് കടന്നു പോവുകയാണ്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോടൊപ്പം ഇരുന്നു കൊണ്ടിരിക്കുന്ന നേരത്ത് അദ്ദേഹം എണീറ്റ് നിൽക്കുന്നു. അപ്പോൾ പ്രവാചകന്റെ സഹപ്രവർത്തകർ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അതൊരു ജൂതന്റെ ശവയാത്രയല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ഒരു മനുഷ്യജീവനല്ലേ? അതൊരു മനുഷ്യജീവനല്ലേ? ഒരു ചെറിയ പ്രവൃത്തി മാത്രമാണ്, എഴുന്നേറ്റ് നിൽക്കുക എന്ന പ്രവൃത്തി മാത്രം. പക്ഷേ ആ എഴുന്നേൽപ്പിൽ ഒരു മഹത്തായ മനുഷ്യദർശനം ഒളിഞ്ഞിരിക്കുകയാണ്. മതം വ്യത്യസ്തമായിരിക്കാം,
പാർട്ടി വ്യത്യസ്തമായിരിക്കാം, ജാതി വ്യത്യസ്തമായിരിക്കാം, വിശ്വാസം വ്യത്യസ്തമായിരിക്കാം, ആരാധനാ രീതികൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ മരണം മനുഷ്യനെ സ്പർശിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനോട് ആദരം കാണിക്കണം. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം എന്ന് പറയുന്നത്. തോയിഫിൻ്റെ കല്ലുകൾ അവിടുത്തെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുമ്പോൾ, കാലുകൾ രക്തത്താൽ മുക്കപ്പെടുമ്പോൾ, പരിഹാസം വരുമ്പോൾ, അപമാനം വരുമ്പോൾ അവരെ എങ്ങനെ ശിക്ഷിക്കാം എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ പ്രവാചകൻ ചിന്തിക്കുന്നതെങ്ങനെയാണ്? ഇവരുടെ സന്തതികളിൽ ഒരാളെങ്കിലും സത്യത്തെ സ്വീകരിക്കുമോ എന്നതാണ്. ഇതാണ് പ്രവാചകന്റെ മനുഷ്യ സ്നേഹം. കല്ലെറിഞ്ഞവന്റെ കൈമാത്രം കാണാതെ അവന്റെ ഭാവിയെയും കാണുന്ന ഒരു കണ്ണുണ്ടല്ലോ, ആ കണ്ണാണ് മുഹമ്മദ് നബിയുടെ കണ്ണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇവിടെയാണ് മനുഷ്യ സ്നേഹം പ്രതികാരത്തെ തോൽപ്പിക്കുന്നത്. മക്ക വിജയത്തിൽ പ്രതികാരത്തിന് അവസരം കിട്ടിയ നേരത്ത് പ്രവാചകനെ പുറത്താക്കിയവർ, പ്രവാചകനെയും സഹപ്രവർത്തകരെയും പീഡിപ്പിച്ചവർ, പരിഹസിച്ചവർ, അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ കൊന്നിട്ടുള്ളവർ, അവിടെ രക്തം ചിന്തിയവർ, അവരൊക്കെയും മുഹമ്മദ് നബിയുടെ മുമ്പിലിരിക്കുമ്പോൾ, അധികാരം പൂർണ്ണമായി കയ്യിൽ നിൽക്കുമ്പോൾ, ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതികാര ദിനമാകാമായിരുന്ന അന്നത്തെ ദിവസം പ്രവാചകൻ പ്രതികാരത്തിന്റെ ഭാഷയിൽ ചരിത്രം എഴുതിയില്ല, ക്ഷമയുടെ ഭാഷയിലാണ് പ്രവാചകൻ ചരിത്രം എഴുതുന്നത്. ഇവിടെ നമുക്ക് സ്വന്തം കോപത്തെക്കാൾ വലിയ ഹൃദയമുള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണുന്നത്. അത് നമ്മുടെ സുഹൃത്തിനോട് മാത്രമല്ല. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും സൗകര്യപ്രദമാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരെ സ്നേഹിക്കും, നമ്മുടെ ആശയത്തിൽപ്പെട്ടവരെ സ്നേഹിക്കും, നമ്മുടെ മതക്കാരെ സ്നേഹിക്കും. നമ്മെ വിയോജിക്കുന്നവരോട്, നമ്മെ വിമർശിക്കുന്നവരോട്, അങ്ങനെയുള്ളവരോടൊന്നും സ്നേഹിക്കാത്ത ഒരു കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും സ്നേഹിക്കുന്ന പ്രവാചകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം വീട്ടിൽ സ്നേഹമുള്ള ഒരു ഭർത്താവായിട്ട് പ്രവാചകനെ കാണാൻ കഴിയുന്നു. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന മനുഷ്യനായി കാണാൻ കഴിയുന്നു. വീട്ടിലെ കൊച്ചു സന്തോഷങ്ങൾ പോലും വിലമതിക്കുന്ന മനുഷ്യനായി കാണുന്നു. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അവന്റെ പ്രസംഗവേദിയിലും അവന്റെ ആൾക്കൂട്ടത്തിലും മാത്രമല്ലല്ലോ. അവൻ ദുർബലരോടെങ്ങനെ പെരുമാറുന്നു, അവന്റെ കുട്ടികളോടെങ്ങനെ പെരുമാറുന്നു, അവൻ അധികാരമില്ലാത്തവരോടെങ്ങനെ സംസാരിക്കുന്നു. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം കുട്ടികളുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പ്രവാചകനെ കൂടി, ഒരു മനുഷ്യനായ പ്രവാചകനെ കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു വലിയ മനുഷ്യന് കുട്ടിയുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സാധിച്ചു. കുഞ്ഞിനെ ചുംബിച്ചു, കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. കുട്ടികളുടെ സാന്നിധ്യം ഭാരമായി അദ്ദേഹം കണ്ടില്ല, അവരുടെ വികാരങ്ങൾ ചെറുതായി കണ്ടില്ല. കാരണം മനസ്സിലാക്കിയിരുന്നു, കുട്ടിയുടെ ഹൃദയം ചെറുതല്ല, ഇനിയും അത് എഴുതപ്പെടാത്ത ഒരു വിശാലമായ ഗ്രന്ഥമാണ്. ആ ഹൃദയത്തിൽ സ്നേഹം എഴുതണം, ആ ഹൃദയത്തിൽ ഭയം എഴുതരുത്, അവിടെ വിശ്വാസം എഴുതണം, വെറുപ്പെഴുതരുത്, അവിടെ കരുണ എഴുതണം. അനാഥത്വത്തിന്റെ വേദന അറിയുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിൽ അനാഥത്വം മനസ്സിലാക്കിയതാണല്ലോ. അതുകൊണ്ട് അനാഥന്റെ കണ്ണിൽ അവിടുന്ന് സ്വന്തം ബാല്യത്തിന്റെ ഒരു നിഴൽ കണ്ടിട്ടുണ്ടാകണം. ഒരു വലിയ രഹസ്യമായി, മനുഷ്യത്വത്തിന്റെ വലിയ രഹസ്യമായി നമുക്കിത് കാണാൻ കഴിയും. സ്വന്തം മുറിവ് മറ്റുള്ളവരുടെ മുറിവ് തിരിച്ചറിയാനുള്ള കണ്ണാകുമ്പോൾ മനുഷ്യൻ മഹാനാകും എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മൃദുവായി സംസാരിച്ച, സ്നേഹത്തോടുകൂടി മനുഷ്യനായി നിന്നുകൊണ്ട്, പച്ചക്കരളുള്ള മനുഷ്യനായി നിന്നുകൊണ്ട്, സാധാരണ മനുഷ്യരെ കണ്ണുകൊണ്ട് ചേർത്ത് പിടിച്ച് അരികിൽ നിർത്തി പുഞ്ചിരിയോടുകൂടി സമീപിച്ച ആ മഹാനായ പ്രവാചകന്റെ ജീവിതത്താളത്ത് ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രവാചക സ്നേഹം നമുക്ക് ആ പ്രവാചകന്റെ ജീവിതത്തോടൊപ്പം, ആ പ്രവാചകന്റെ സന്ദേശത്തോടൊപ്പം നമുക്ക് വളരാൻ കഴിയുമെങ്കിൽ, അതാണ് മനുഷ്യ സ്നേഹത്തെ, പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം നമ്മോട് ചോദിക്കേണ്ടത്, നമ്മുടെ ജീവിതം എന്താണ് പറയുന്നത്? എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റങ്ങളാകുന്നത്? നമ്മുടെ ജോലിക്കാരോടെങ്ങനെയാണ്, നമ്മുടെ അയൽക്കാരോടെങ്ങനെയാണ്, നമ്മുടെ വിയോജിക്കുന്നവരോടെങ്ങനെയാണ്? അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ അധരത്തിലുള്ള കേവല സ്വലാത്ത് മാത്രമല്ല, സ്വഭാവത്തിലെ സ്വലാത്ത് കൂടി ആചരിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന വലിയ ചോദ്യമാണ് റബീഉൽ അവ്വൽ നമ്മോട് ചോദിക്കുന്നത്. അത് സ്വന്തത്തോടും നമ്മോടും നാം ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.